Hi guys, welcome to Students Focus. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത് CA ഫൗണ്ടേഷൻ ബിസിനസ് ലോയുടെ. അപ്പോൾ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലാണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നും നിങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്തു വരുമ്പോൾ നന്നായിട്ട് ക്ലിയർ ആവും. അപ്പോൾ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ ക്വസ്റ്റ്യനെ 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അതായത് ആ ക്വസ്റ്റ്യനിൽ നിന്ന് ഫസ്റ്റ് അതിൻ്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, അതായത് ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇത് നമ്മൾ പഠിച്ച ലോയുടെ ഏത് പാർട്ടിൽ നിന്നാണ് വരുന്നത്, ഏത് സെക്ഷനാണ് അല്ലെങ്കിൽ ഏത് പ്രൊവിഷനാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുക. പിന്നെ ആ കേസിൻ്റെ ഫാക്ട്സ് എന്തൊക്കെയാണ് അത് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൺക്ലൂഷൻ എന്താണ്, നമ്മൾ പഠിച്ച ലോയുടെ പ്രൊവിഷൻസ് വെച്ച് ഈ കേസിൻ്റെ ഇന്ന ഫാക്ട്സ് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ റെക്കമെൻഡേഷൻ എന്താണ്. അങ്ങനെ 3 പാർട്ടായിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ ചെയ്യുവാണെങ്കിലാണ് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. സോ നമ്മൾക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ക്രിഷ്, കാമ്യ ആൻഡ് കേതൻ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. ദേ ജോയിൻലി പ്രോമിസ് ടു പേ 6 lakhs ടു ദിയ. ഇവർ 3 പേരും ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്നേഴ്സാണ്. അവർ ദിയയ്ക്ക് 6 lakhs rupees ജോയിൻലി പ്രോമിസ് ചെയ്തിരുന്നു പേ ചെയ്യാമെന്ന്. അതിൽ കാമ്യ ബിക്കെയിം ഇൻസോൾവെൻറ്റ് ആൻഡ് ഹെർ പ്രൈവറ്റ് അസറ്റ്സ് ആർ സഫിഷ്യൻറ്റ് ടു പേ 1/5 ഓഫ് ഹെർ ഷെയർ ഓഫ് ഡെറ്റ്സ്. അതിൽ കാമ്യ ഇൻസോൾവെൻ്റ് ആയിപ്പോയി. അപ്പോൾ കാമ്യയുടെ അസറ്റ്സ് വിൽക്കുവാണെങ്കിൽ എത്രയാണ് കിട്ടുന്നത്, പേ ചെയ്യാനുള്ള കാമ്യയുടെ ഷെയർ എത്രയാണോ അതിൻ്റെ 1/5 ആണ് കിട്ടുന്നത്. നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്, പ്രോമിസ് ചെയ്ത എമൗണ്ടിൻ്റെ 1/5 അല്ല, അതായത് കാമ്യ കൊടുക്കേണ്ട ഷെയറിൻ്റെ 1/5 ആണ് കിട്ടുന്നത്. ക്രിഷ് ഈസ് കമ്പൽഡ് ടു പേ ദ ഓൾ എമൗണ്ട് ടു ദിയ. ഇപ്പോൾ ക്രിഷ് ദിയയ്ക്ക് ഫുൾ എമൗണ്ട് പേ ചെയ്യേണ്ടി വന്നു. എക്സാമിനിങ് ദ പ്രൊവിഷൻസ് of the Indian Contract Act 1872 decide the extent to which Krish can recover the amount from Ketan. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ആദ്യം തന്നെ പ്രൊവിഷൻസിൻ്റെ ഇതിൽ നിന്ന് ചിന്തിക്കുവാണെങ്കിൽ ഇത് ഏത് സെക്ഷനിൽ വരുന്നതാണ്, നമ്മുടെ ജോയിൻറ്റ് പ്രോമിസർ ജോയിൻറ്റ് പ്രോമിസിയുടെ ആ ടോപ്പിക്കിൽ നിന്ന് വരുന്നതാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളതിൻ്റെ ആൻസർ ചെയ്യുന്നതും ആ രീതിയിലായിരിക്കണം. സോ നമ്മളെങ്ങനെയാണ് എഴുതുന്നത്, ആസ് പെർ സെക്ഷൻ 43 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഇതിൽ നിങ്ങൾക്ക് അഥവാ സെക്ഷൻ അറിയില്ല അല്ലെങ്കിൽ മറന്നുപോയി കൺഫ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾ സെക്ഷൻ എഴുതരുത്. ഒരിക്കലും തെറ്റായ സെക്ഷൻ നിങ്ങൾ കോട്ട് ചെയ്യുകയോ ചെയ്യരുത്. സെക്ഷൻ അറിയാമെങ്കിൽ നിങ്ങൾ സെക്ഷൻ എഴുതുവാണെങ്കിൽ അത് വളരെ നല്ലതാണ്. കാരണം അത് വാല്യൂ ചെയ്യുന്ന എക്സാമിനർക്ക് വാല്യൂവർക്ക് കുറച്ചും കൂടെ നല്ല ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ അത് നല്ലതാണ്. സോ നമ്മളിവിടെ എഴുതുന്നു, ആസ് പെർ സെക്ഷൻ 43 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, വെൻ 2 or more persons make joint promise, the promisee may, in the absence of express agreement to the contrary, compel any one or more of such joint promises to perform the all of the promise. നമ്മൾ പഠിച്ചതാണ് കോൺട്രാക്ട് ആക്ട് അനുസരിച്ച് സെക്ഷൻ 43 അനുസരിച്ച് എന്താണ്, ജോയിൻറ്റ് പ്രോമിസ് ആണെങ്കിൽ ജോയിൻറ്റ് പ്രോമിസറിൽ പ്രോമിസിക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ അടുത്ത് ആ ഫുൾ എമൗണ്ട് പേ ചെയ്യണമെന്ന് പറയാനായിട്ട് സാധിക്കും. വേറെ അതിന് കോൺട്രറി ആയിട്ട് വേറെ എഗ്രിമെൻ്റ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ എഗ്രിമെൻറ്റിൽ വേറെ ടേംസ് ഒന്നും വച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ എഗ്രിമെൻറ്റിൽ പറയുവാണ് 3 പേരുള്ളതിൽ ഞാൻ മാക്സിമം 2 lakhs തരുള്ളൂ എന്ന് 3 പേര് സെപ്പറേറ്റ് പറഞ്ഞു. അത് പ്രോമിസിയും എഗ്രി ചെയ്തെങ്കിൽ പ്രോമിസിക്ക് പിന്നെ ഒന്നിച്ച് ചോദിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്പ്രസ് എഗ്രിമെൻറ്റ് ടു ദ കോൺട്രറി എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും എഗ്രിമെൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ജോയിൻറ്റ് പ്രോമിസി നമ്മളുടെ പ്രോമിസിക്ക് ഫുൾ പ്രോമിസ് ചെയ്ത എമൗണ്ട് ഫുൾ വേണമെന്ന് ഏതെങ്കിലും ഒരു പ്രോമിസറോട് കമ്പൽ ചെയ്യാനോ അയാളിൽ നിന്ന് കളക്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ആ പ്രോമിസി എന്താ ചെയ്യുന്നത്, നമ്മുടെ പ്രോമിസി ഫുൾ എമൗണ്ട് പ്രോമിസ് ഏതെങ്കിലും 1-2 ആളുടെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ അവർ ബാക്കിയുള്ള എമൗണ്ട് അതാത് ആളുകളുടെ നിന്ന് മറ്റാളുകൾ ആരൊക്കെയാണോ അവരുടെ കയ്യിൽ നിന്ന് അതിൻ്റെ കോൺട്രിബ്യൂഷൻ മേടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും കേസിൽ ആരെങ്കിലും അതിന് ഡീഫോൾട്ട് വരുത്തുവാണെങ്കിൽ ബാക്കിയുള്ള പാർട്ട്നേഴ്സ് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് അത് പേ ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ അത് തന്നെ ഇവിടെയും കോട്ട് ചെയ്യുന്നു. ഈച്ച് ഓഫ് 2 or more joint promisers may compel every other joint promiser to contribute equally with himself to the performance of the promise unless a contrary intention appears from the contract. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോൺട്രാക്റ്റിൽ ഇത്ര എമൗണ്ട് മാത്രമേ മാക്സിമം ഞാൻ തരുള്ളൂ എന്ന് എഗ്രി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രോമിസർക്ക് മറ്റാളുകളുടെ നിന്ന് ക്യാഷ് മേടിക്കാൻ പറ്റും. കോൺട്രറി എഗ്രിമെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ ഇനി ഏതെങ്കിലും കേസിൽ നമ്മളുടെ ജോയിൻറ്റ് പ്രോമിസേഴ്സിൽ ആരെങ്കിലും
ഡീഫോൾട്ട് വരുത്തുവാണെങ്കിൽ, അതായത് ഇപ്പോൾ ഇൻസോൾവെൻ്റ് ആവുക, അങ്ങനെ ഏതെങ്കിലും കേസ്, അല്ലെങ്കിൽ ഡെത്ത് വരും, ഇൻസോൾവെൻ്റ് ആവുക, അങ്ങനെ എന്തെങ്കിലും കേസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഡെത്ത് ആണെങ്കിൽ അവരുടെ ലീഗൽ ഹയേഴ്സ് എന്നോ അല്ലെങ്കിൽ അവരുടെ അസറ്റ്സ് എന്നോ റിക്കവർ ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ഈ കേസിൽ ഒരാൾ ഇൻസോൾവെൻ്റ് ആയി, അയാളുടെ അസറ്റ് സെല്ല് ചെയ്തിട്ടും അയാളുടെ ഷെയറിൻ്റെ 1/5 പോർഷൻ മാത്രമേ നമ്മൾക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഒരാൾ ഈ കേസിൽ ഡീഫോൾട്ടാണ് കോൺട്രിബ്യൂഷൻ. അങ്ങനെയുള്ള കേസിൽ എന്താണ്? റിമൈനിങ് ജോയിൻറ്റ് പ്രോമിസേഴ്സ് മസ്റ്റ് ബിയർ ദ ലോസ് എറൈസിങ് ഫ്രം സച്ച് ഡീഫോൾട്ട് ഇൻ ഈക്വൽ ഷെയർസ്. അങ്ങനെയാണ് നമ്മൾ പ്രൊവിഷൻസിൽ മനസ്സിലാക്കിയത്. ഇനി നമ്മൾക്ക് ഈ കേസിനെ ബേസ് ചെയ്ത് നമ്മളെങ്ങനെ ആൻസർ ചെയ്യുമെന്ന് നോക്കാം. അതായത് ഈ കേസിനെ ബേസ് ചെയ്ത് നമ്മൾ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻ ദ ഇൻസ്റ്റൻറ്റ് കേസ്, ക്രിഷ്, കാമ്യ ആൻഡ് കേതൻ ജോയിൻ്റ്ലി പ്രോമിസ് ടു പേ 6 lakhs ടു ദിയ. ഇവർ 3 പേരും കൂടെ 6 lakh ദിയയ്ക്ക് പേ ചെയ്യാമെന്നാണ് എഗ്രി ചെയ്തത്. കാമ്യ ഇൻസോൾവെൻ്റ് ആയി, കാമ്യയുടെ ഷെയർ വിറ്റാൽ അവർ കൊടുക്കുന്നതിൻ്റെ 1/5 കിട്ടുള്ളൂ. കാമ്യ കൊടുക്കേണ്ട ഷെയർ ശരിക്കും എത്രയാണ്? 3 പേരും കൂടി 6 lakh പേ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ 2 lakhs ഈച്ച്. 3 പേരും 2 ലക്ഷം വെച്ചാണ് പേ ചെയ്യേണ്ടത്. അപ്പോൾ കാമ്യ കൊടുക്കേണ്ട 2 ലക്ഷത്തിൻ്റെ 1/5 പോർഷൻ, 1/5 മാത്രമേ ഉള്ളൂ നമ്മളുടെ അസറ്റ് വിറ്റാൽ, കാമ്യയുടെ അസറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്നുള്ളൂ. അപ്പോൾ 2 lakhsൻ്റെ 1/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40,000. അപ്പോൾ 40,000 മാത്രം കാമ്യയുടെ കയ്യിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ ബാക്കി എമൗണ്ട് എത്രയാണ് വരുന്നത്? ടോട്ടൽ 6 lakhs ഉണ്ട്. അതിൽ നിന്ന് 40,000 പോയാൽ ബാക്കി 5,60,000 പേ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ബാക്കി 2 പേര് കൃഷും കേതനും ഈക്വലായിട്ട് ഷെയർ ചെയ്യേണ്ടി വരും. സോ അതിൽ ഒരാളുടെ പോർഷൻ അയാൾ പേ ചെയ്ത് കഴിഞ്ഞു. കൃഷിൻ്റെ പോർഷൻ കൃഷി ഓൾറെഡി കൊടുത്തു, കേതൻ്റെ പോർഷനും കൂടി കൃഷിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കേതൻ്റെ കയ്യിൽ നിന്ന് എത്ര കളക്ട് ചെയ്യാൻ പറ്റും? 2,80,000 rupees കേതൻ്റെ കയ്യിൽ നിന്ന് കൃഷിന് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഇത്രയും പോയിന്റ്സ് മെൻഷൻ ചെയ്യുമ്പോൾ നമ്മളുടെ ആൻസർ കംപ്ലീറ്റ് ആയി, നമുക്ക് 4 marks ഉറപ്പായി. അപ്പോൾ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മൾ പ്രൊവിഷൻസ് മനസ്സിലാക്കുക, കേസിൻ്റെ ഫാക്ട്സ് മനസ്സിലാക്കുക, അത് നോട്ട് ചെയ്യുക, അതിൻ്റെ കൺക്ലൂഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇനി നമ്മൾ നോക്കുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതിൽ അക്ബർ ആൻഡ് അസസി വാസ് എ വെൽത്തി മാൻ ഏണിംഗ് ഹ്യൂജ് ഇൻകം ബൈ വേ ഓഫ് ഡിവിഡൻഡ് ആൻഡ് ഇൻട്രസ്റ്റ്. അയാൾക്ക് ഒരു വലിയൊരു എമൗണ്ട്, ഒരു ലാർജ് സം ഓഫ് മണി ഡിവിഡൻഡ് ആയിട്ടും ഇൻട്രസ്റ്റ് ആയിട്ടും കിട്ടുന്നുണ്ടായിരുന്നു. He formed 3 private companies and agreed with each to hold a block of investment as an agent for them. അതായത് ഇദ്ദേഹത്തിന് വലിയ എമൗണ്ട് കിട്ടുന്നത്, ഇദ്ദേഹം 3 കമ്പനീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ 3 കമ്പനിയിലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടു. ഒരാളുടെ ഇദ്ദേഹത്തിൻ്റെ തന്നെ പേരിൽ കിടക്കുമ്പോൾ കൂടുതൽ എമൗണ്ട് ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും വരും. അപ്പോൾ ടാക്സ് കൂടുതൽ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി 3 കമ്പനീസ് സ്റ്റാർട്ട് ചെയ്തു. ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് 3 കമ്പനിയിലേക്ക് ഡിവൈഡ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്തു. ദ ഡിവിഡൻഡ് ആൻഡ് ഇൻട്രസ്റ്റ് ഇൻകം റിസീവ്ഡ് ബൈ ദ കമ്പനീസ് വാസ് ഹാൻഡഡ് ബാക്ക് ടു അക്ബർ ആസ് എ പ്രിറ്റൻഡഡ് ലോൺ. ദിസ് വേ അക്ബർ ഡിവൈഡഡ് ഹിസ് ഇൻകം ഇൻ ടു 3 parts ഇൻ എ ബിഡ് ടു റെഡ്യൂസ് ഹിസ് ടാക്സ് ലയബിലിറ്റി. ഇത് 3, അപ്പോൾ കിട്ടുന്ന ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും എങ്ങനെയാണ്? 3 കമ്പനിയുടെ അക്കൗണ്ടിലാണ് ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും വരുന്നത്. എന്നിട്ട് ഇത് പ്രിറ്റൻഡഡ് ലോൺ ആയിട്ട്, പ്രിറ്റൻഡഡ് ലോൺ മീൻസ് ശരിക്കുള്ള ലോണല്ല, ലോൺ എന്ന് പറഞ്ഞിട്ട് എഴുതി ഇദ്ദേഹം എടുക്കും, പക്ഷേ അത് തിരിച്ചടയ്ക്കുന്നൊന്നുമില്ല. അതുകൊണ്ടാണ് പ്രിറ്റൻഡഡ് ലോൺ എന്ന് പറയുന്നത്. തിരിച്ച് പേയ്മെൻ്റ് ഒന്നും വരുന്നില്ല, ലോണായിട്ട് കമ്പനിയിൽ നിന്ന് ഇദ്ദേഹം ആ എമൗണ്ട് വിഡ്രോ ചെയ്യുവാണ്. അപ്പോൾ ശരിക്കും ഇദ്ദേഹം ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തതിൻ്റെ പർപ്പസ് എന്താണ്? ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആ കമ്പനികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കടന്നാൽ കൊടുക്കേണ്ടി വരുന്ന ടാക്സ് ബേർഡൻ ഒഴിവാക്കുക, അത്രയും ടാക്സ് കൊടുക്കാതിരിക്കുക. അതാണ് ഈ 3 കമ്പനി ഫോം ചെയ്തതിൻ്റെ പർപ്പസ്, അല്ലാതെ ബിസിനസ് ചെയ്യാനോ മറ്റൊന്നുമല്ല. അപ്പോൾ ഈ കമ്പനീസിന് ഇദ്ദേഹം ട്രാൻസ്ഫർ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലാതെ വേറെ ബിസിനസ് ഒന്നുമില്ല. ആ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് റിസീവ് ചെയ്യുക, അത് മാത്രമാണ് ഈ കമ്പനി ചെയ്യുന്നത്. വേറെ പ്രത്യേകിച്ച് ബിസിനസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളെടുത്ത് ചോദിച്ചേക്കുന്നത് ഡിസൈഡ് ഫോർ വാട്ട് പർപ്പസ് ദ 3 companies were established. അത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്തിനാണ് ഈ 3 കമ്പനീസ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്? ദെൻ വെദർ ദ ലീഗൽ പേഴ്സണാലിറ്റി ഓഫ് ഓൾ ദ 3 companies മേ ബി ഡിസ്റിഗാർഡഡ്. ഇതിൻ്റെ ലീഗൽ പേഴ്സണാലിറ്റി നമുക്ക് ഡിസ്റിഗാർഡ് ചെയ്യാൻ പറ്റുമോ, അതോ ഇത് ഒറിജിനലി തന്നെ നോർമലി ഒരു സാധാരണ കമ്പനി പോലെയുള്ള കമ്പനിയാണോ, എങ്ങനെയാണ്? അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഇതും 4 marksൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നമ്മളുടെ ഏത് സെക്ഷനിൽ നിന്നാണ് വരുന്നത്? നമ്മളുടെ കമ്പനിയുടെ കേസിൽ നോർമലി നോക്കുവാണെങ്കിൽ ഇൻകോർപ്പറേഷൻ കഴിഞ്ഞാൽ കമ്പനി സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. പക്ഷേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചില കേസസിൽ
കമ്പനിക്ക് വേണമെങ്കിൽ ആ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നുള്ളത് എടുത്ത് മാറ്റാൻ പറ്റും. നമ്മുടെ കോർപ്പറേറ്റ് വെയിൽ തിയറി ഒക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്, പഠിച്ചതാണ്. അപ്പോൾ ഈ കേസിൽ നമ്മൾക്ക് ആദ്യം ഈ കമ്പനീസ് ഫോം ചെയ്തതിൻ്റെ കാര്യം ആദ്യം നോക്കാം. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് നോക്കാം, ആൻസർ എന്താണെന്ന്. The House of Lords in Salomon versus Salomon Company Limited laid down that the company is a person distinct and separate from its members and therefore has an independent separate legal existence from its members who have constituted the company. നമ്മൾ സാലമൺ വേഴ്സസ് സാലമൺ ആൻഡ് കമ്പനി ലിമിറ്റഡിൻ്റെ കേസിൽ പഠിച്ചതാണ്. അതിൽ കോർട്ട് ഓർഡർ ഇട്ടത് എന്തായിരുന്നു? കമ്പനി വേറെ, അതിൻ്റെ മെമ്പേഴ്സ് വേറെ. ഇൻകോർപ്പറേഷൻ കഴിഞ്ഞാൽ കമ്പനി ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. But under certain circumstances, the separate entity of the company may be ignored by the court. ചില കേസസിൽ കോർട്ടിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് എടുത്ത് മാറ്റാൻ, അത് ഇഗ്നോർ ചെയ്യാനായിട്ട് സാധിക്കും. When that happens, the courts ignore the corporate entity of the company and look behind the corporate facade and hold the persons in control of the management of its affairs liable for the acts of the company. അങ്ങനെ അതൊരു സെപ്പറേറ്റ് ആണെന്നുള്ള ഒരു കൺസെപ്റ്റ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഓണേഴ്സ്, അതായത് മെമ്പേഴ്സും കമ്പനിയും രണ്ടും ഒറ്റ പേഴ്സൺസ് ആണ്. അതിൻ്റെ കമ്പനിയുടെ ആക്ഷൻസിന് മെമ്പേഴ്സ് ലയബിൾ ആണ്. മെമ്പേഴ്സും കമ്പനിയും ഒറ്റ ആളുകളാണ്, രണ്ടും സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആവുന്നില്ല. അത് ചില സ്പെഷ്യൽ കേസസിൽ മാത്രമാണ് കോർട്ട് അങ്ങനെ ആ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നുള്ള കൺസെപ്റ്റ് ഇഗ്നോർ ചെയ്യുന്നത്. When a company is incorporated and formed by certain persons only for the purpose of evading taxes, the courts have discretion to disregard the corporate entity and tax the income in the hands of the appropriate assessee. അപ്പോൾ നമ്മൾ ടാക്സ് വെട്ടിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കമ്പനീസ് ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ കോർട്ടിന് ആ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നുള്ളത് എടുത്ത് മാറ്റാനായിട്ട്, ആ കോർപ്പറേറ്റ് വെയിൽ തിയറിയിൽ നമ്മൾ പഠിച്ചതാണ്, ആ വെയിൽ കോർട്ട് ലിഫ്റ്റ് ചെയ്യുന്നു. സോ അതിൻ്റെ മെമ്പേഴ്സ് ആൻഡ് ദറ്റ് കമ്പനി രണ്ടും ഒന്നാവുന്നു. അപ്പോൾ അതിന് കിട്ടിയ ഇൻകം ഒറ്റ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്ത്, ഒരാൾക്ക് കിട്ടുന്ന ഇൻകം അതിൻ്റെ ഓണർക്ക് കിട്ടുന്ന ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്ത് അതിന് ടാക്സ് ഇമ്പോസ് ചെയ്യാനായിട്ട് കോർട്ടിന് സാധിക്കുന്നു. ഇനി നമ്മളുടെ ഇതിൽ 2 ക്വസ്റ്റ്യൻ നമ്മളോട് സെപ്പറേറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ, ദ പ്രോബ്ലം ആസ്ക്ഡ് ഇൻ ദ ക്വസ്റ്റ്യൻ ഈസ് ബേസ്ഡ് അപ്പോൺ ദ അഫോസൈഡ് ഫാക്ട്സ്. നമ്മൾ ഈ മേൽ പറഞ്ഞ ഫാക്ടിനെ ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ദ 3 companies were formed by the assessee purely and simply as a means of avoiding tax and the companies were nothing more than the facade of the assessee himself. അതായത് ഈ കമ്പനീസ് എന്തിനാണ് ഫോം ചെയ്തേക്കുന്നത്? ടാക്സ് വെട്ടിക്കാൻ വേണ്ടി മാത്രം ഫോം ചെയ്ത 3 കമ്പനീസാണ് ഇത്. Therefore, the whole idea of Mr. Akbar was simply to split his income into 3 parts with a view to evade tax. No other business was done by the company. അപ്പോൾ കമ്പനിയുടെ ബിസിനസ് എന്താണ്? കമ്പനിക്ക് ഒരു ബിസിനസ്സും ഇല്ല. ഇദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് 3 കമ്പനിയിൽ സ്പ്ലിറ്റ് ചെയ്യുന്നു. ആ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ വരുന്ന ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് റിസീവ് ചെയ്യുക എന്നത് മാത്രമാണ് ആ കമ്പനിയുടെ ജോലി. അത് മാത്രമാണ് ആ കമ്പനിയിൽ നടക്കുന്നത്. വേറെ ബിസിനസ് ഒന്നും നടക്കുന്നില്ല. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ടാക്സ് വെട്ടിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം ഫോം ചെയ്ത കമ്പനീസാണ് ഈ 3 കമ്പനീസ്. ഇനി നമ്മളോട് ആ ക്വസ്റ്റ്യനിൽ തന്നെ സെക്കൻഡ് ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസറാണ് നമ്മൾ അടുത്തത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സബ് ക്വസ്റ്റ്യൻസ് കൊടുക്കുമ്പോൾ നിങ്ങളതിൻ്റെ ആൻസർ എഴുതുമ്പോഴും ഇതുപോലെ മെൻഷൻ ചെയ്ത് എഴുതുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം കാണുമ്പോൾ തന്നെ ഏത് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഏത് ആൻസർ എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി the legal personality of the 3 private companies may be disregarded because the companies were formed only to avoid tax liability. നമ്മളുടെ അടുത്ത് അത് ചോദിച്ചിരുന്നു, കമ്പനി ഡിസ്റിഗാർഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 3 കമ്പനീസും ടാക്സ് വെട്ടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ടാക്സ് പേയ്മെൻറ്റ് ഒഴിവാക്കാൻ വേണ്ടി ഫോം ചെയ്ത കമ്പനി ആയതുകൊണ്ട് നമ്മൾക്ക് ലീഗൽ പേഴ്സണാലിറ്റി ഈ 3 കമ്പനിയുടെയും ഡിസ്റിഗാർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ക്യാരിഡ് നോ അതർ ബിസിനസ് but was created simply as a legal entity to ostensibly receive the dividend and interest and to hand them over to the assessee as pretended loans. ഈ കമ്പനി ചെയ്തിരുന്ന എന്താണ്? ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും റിസീവ് ചെയ്യുക, അത് പ്രിറ്റൻഡഡ് ലോൺസ് ആയിട്ട് നമ്മളുടെ അക്ബറിന് തന്നെ തിരിച്ചു കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ കമ്പനി എന്ത് ചെയ്യാൻ സാധിക്കും? ഡിസ്റിഗാർഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അത്ര എഴുതുമ്പോൾ നമ്മളുടെ ആൻസർ കംപ്ലീറ്റ് ആയി. നമ്മൾക്ക് ആ
പറഞ്ഞ മാർക്ക് കിട്ടാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ആൻസറിലൊക്കെ നിങ്ങൾ നോക്കിയാൽ അറിയാം നമ്മൾ കൂടുതൽ ജനറൽ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഓൺ വേർഡ്സിൽ എഴുതണമെങ്കിൽ എഴുതാൻ പറ്റും, പക്ഷേ ഓൺ വേർഡ്സിൽ എഴുതുമ്പോഴും നിങ്ങൾ ലോയുടെ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എല്ലാം ഓൺ വേർഡ്സിൽ ഫുൾ ജനറലൈസ് ചെയ്ത് എഴുതാതെ ഓൺ വേർഡ്സിൽ എഴുതാം, പക്ഷേ ലോയുടെ ലാംഗ്വേജിൽ എഴുതുക. അതാണ് വാല്യൂവർക്ക് കാണുമ്പോൾ കുറച്ചും കൂടെ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടാനും ചാൻസ് ഉള്ളത് അങ്ങനെ ചെയ്യുമ്പോഴാണ്. ഇനി നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നു. പി സെൽസ് ബൈ ഓപ്ഷൻ ടു ക്യൂ എ ഹോഴ്സ് വിച്ച് പി നോസ് ടു ബി അൺസൗണ്ട്. പിക്ക് അറിയാം ആ ഹോഴ്സ് അൺസൗണ്ട് ആണെന്ന്. പി അത് ക്യൂവിന് സെല് ചെയ്യുന്നു. ദ ഹോഴ്സ് അപ്പിയേഴ്സ് ടു ബി സൗണ്ട് ബട്ട് പി നോസ് അബൌട്ട് ദ അൺസൗണ്ട്നെസ് ഓഫ് ദ ഹോഴ്സ്. ആ ഹോഴ്സിനെ കണ്ടാൽ പ്രത്യേകിച്ച് അതിന് കുഴപ്പമൊന്നുമില്ല, അതിനെ കാണുമ്പോൾ നല്ല ഹോഴ്സായിട്ട് തന്നെയാണ് തോന്നുന്നത്, പക്ഷേ പിക്ക് അറിയാം ആ ഹോഴ്സ് അൺസൗണ്ട് ആണെന്ന്. ഈസ് ദിസ് കോൺട്രാക്ട് വാലിഡ് ഇൻ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ് അണ്ടർ ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. താഴെ കൊടുത്തിരിക്കുന്ന 3 സർക്കംസ്റ്റാൻസ് വെച്ച് നോക്കുമ്പോൾ ഈ കോൺട്രാക്ട് വാലിഡ് ആണോ അല്ലയോ, അതാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അതിൽ ഫസ്റ്റ് കേസ് എന്താണ്? ഇഫ് പി സേസ് നത്തിങ് അബൌട്ട് ദ അൺസൗണ്ട്നെസ് ഓഫ് ദ ഹോഴ്സ് ടു ക്യൂ. അപ്പോൾ ആദ്യം നമ്മൾക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ആൻസർ എഴുതുന്നു. അക്കോർഡിംഗ് ടു സെക്ഷൻ 17 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, mere silence as to the facts likely to affect the willingness of a person to enter into a contract is not fraud unless the circumstances of the case are such that regard being to them it is the duty of the person keeping silence to speak, or unless his silence is itself equivalent to speech. ഓക്കെ, നമ്മൾ ഈ ആക്ടിൽ എന്താണ് മനസ്സിലാക്കിയത്? എന്തെങ്കിലും ഒരു കാര്യം ഒരാളുടെ അടുത്ത് പറയാതിരിക്കുക എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ അത് പറയാതിരിക്കുക എന്ന് പറയുന്നത് ഫ്രോഡല്ല. ഫ്രോഡ് ആവുന്നത് ഏത് സമയത്താണ്? ഒന്നുകിൽ ഇത് പറയേണ്ടത് അയാളുടെ ഡ്യൂട്ടി ആയിട്ട് വരുന്നു, അയാൾ എന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ, അങ്ങനെയുള്ള ഡ്യൂട്ടി ആയിട്ട് വരുന്ന സമയത്ത് അവരത് പറയാൻ നിർബന്ധിതരാണ്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത് ഫ്രോഡാണ്. പിന്നെ വേറൊരു സർക്കംസ്റ്റാൻസ് വരുന്ന എപ്പോഴാണ്? ഇഫ് ഹിസ് സൈലൻസ് ഈസ് ഈക്വലൻ്റ് ടു സ്പീച്ച്. അയാൾ മിണ്ടാതെ നിൽക്കുന്നതും അത് ഈക്വലൻ്റ് ആണ്, അയാൾ പറയുന്ന അത് സൈലൻസ് സ്പീച്ചിന് ഈക്വലൻ്റ് ആയിട്ട് വരുന്ന കേസിൽ. അപ്പോൾ നിങ്ങൾ വേറൊന്നും എതിർത്ത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇത് കറക്റ്റ് ആണെന്ന്. അപ്പോൾ ഒന്നും എതിർത്ത് പറഞ്ഞില്ലെങ്കിൽ എന്താണ്? അത് കറക്റ്റ് ആണെന്നല്ല അതിൻ്റെ അർത്ഥം. സോ സൈലൻസ് സ്പീച്ചിന് ഈക്വലൻ്റ് ആവുകയാണ് അങ്ങനെയുള്ള കേസസിൽ. ഇനി നമ്മൾക്ക് 3 സർക്കംസ്റ്റാൻസ് നോക്കാം. ഫസ്റ്റ്, ഇഫ് പി സേസ് നത്തിങ് അബൌട്ട് ദ അൺസൗണ്ട്നെസ് ഓഫ് ദ ഹോഴ്സ് ടു ക്യൂ. പി ക്യൂയുടെ അടുത്ത് ഒന്നും പറയുന്നില്ല, ഹോഴ്സ് അൺസൗണ്ട് ആണെന്ന് പറയുന്നില്ല. ഫസ്റ്റ് കേസിൽ നമ്മളുടെ കോൺട്രാക്ട് വാലിഡ് ആണ്, കാരണം പിയും ക്യൂവും 2 ഔട്ട്സൈഡ് പേഴ്സൺസ് ആണ്. സോ പിക്ക് എല്ലാ കാര്യങ്ങളും ക്യൂവിൻ്റെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് തന്നെ അത് പറയാത്തത് കൊണ്ട് അത് ഫ്രോഡ് ആവുന്നില്ല. ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം. ദിസ് കോൺട്രാക്ട് ഈസ് വാലിഡ് സിൻസ് ആസ് പെർ സെക്ഷൻ 17 മിയർ സൈലൻസ് ആസ് ടു ദ ഫാക്ട് ലൈക്ലി ടു അഫക്ട് ദ വില്ലിംഗ്നെസ് ഓഫ് എ പേഴ്സൺ ടു എൻറ്റർ ഇൻ ടു എ കോൺട്രാക്ട് ഈസ് നോട്ട് ഫ്രോഡ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മളുടെ സൈലൻസ് എന്ന് പറയുന്നത് ഫ്രോഡല്ല. ഹിയർ ഇറ്റ് ഈസ് നോട്ട് ദ ഡ്യൂട്ടി ഓഫ് ദ സെല്ലർ ടു ഡിസ്ക്ലോസ് ദ ഫാക്ട്സ്. നമ്മളുടെ സെല്ലർക്ക് അതിൻ്റെ ഡിഫക്ട്സ് എന്താണ് അല്ലെങ്കിൽ എന്താണ് അതിന് പ്രശ്നമെന്നൊന്നും ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു ഡ്യൂട്ടി ആയിട്ട് വരുന്നില്ല. സോ ഫസ്റ്റ് കേസിൽ നമ്മുടെ കോൺട്രാക്ട് വാലിഡ് ആണ്. ഇനി നമുക്ക് സെക്കൻഡ് കേസ് നോക്കാം. ഇഫ് പി സേസ് നത്തിങ് അബൌട്ട് ഇറ്റ് ടു ക്യൂ ഹൂ ഈസ് പീസ് ഡോട്ടർ ഹൂ ഹാസ് ജസ്റ്റ് കം ഓഫ് ഏജ്. പിയുടെ ഡോട്ടറാണ് ക്യൂ, ക്യൂവിനാണ് പി ഹോഴ്സിനെ സെല് ചെയ്യുന്നത്. അങ്ങനെയുള്ള കേസിൽ എന്താണ്? അത് പിയുടെ റെസ്പോൺസിബിലിറ്റി ആണ് ക്യൂവിനോട് ഹോഴ്സിൻ്റെ അൺസൗണ്ട്നെസ്സിനെ പറ്റി പറയുക എന്നുള്ളത്. ആ കേസിൽ പി പറയാതിരുന്നാൽ എന്ത് പറ്റും? അത് ഫ്രോഡാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് കേസിൽ ആൻസർ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ദിസ് കോൺട്രാക്ട് ഈസ് നോട്ട് വാലിഡ് സിൻസ് ആസ് പെർ സെക്ഷൻ 17 ഇറ്റ് ബിക്കംസ് പീസ് ഡ്യൂട്ടി ടു ടെൽ ക്യൂ അബൌട്ട് ദ അൺസൗണ്ട്നെസ് ഓഫ് ദ ഹോഴ്സ് ബിക്കോസ് എ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ പി ആൻഡ് ഹിസ് ഡോട്ടർ ക്യൂ. പിയും ക്യൂവും തമ്മിൽ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ പിയുടെ ഉത്തരവാദിത്വമാണ് ക്യൂയുടെ അടുത്ത് പറയേണ്ടത് ആ ഹോഴ്സ് അൺസൗണ്ട് ആണ് എന്നുള്ളത്. ഹിയർ പി സൈലൻസ് ഈസ് ഈക്വലൻ്റ് ടു സ്പീച്ച് ആൻഡ് ഹെൻസ് എമൗണ്ട്സ് ടു ഫ്രോഡ്. ഇവിടെ പി ശരിക്കും പറയേണ്ടത് പിയുടെ ഡ്യൂട്ടിയാണ്, പക്ഷെ എന്നിട്ടും പി അത് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കേസിൽ എന്താണ്?
കോൺട്രാക്ട് വാലിഡ് അല്ല. ഇനി നമുക്ക് തേർഡ് കേസ് നോക്കാം. ഇഫ് Q says to P, if you do not deny it, I shall assume that the horse is sound. P says nothing. തേർഡ് കേസ് എന്താണ്? നമ്മളുടെ Q Pയുടെ അടുത്ത് പറയുന്നു, നിങ്ങൾ പ്രത്യേകിച്ച് എതിർക്കൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഈ ഹോഴ്സ് സൗണ്ട് ആണെന്നാണ് ഞാൻ അങ്ങ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളുടെ P എതിർത്ത് പറയണം. P ഒന്നും പറയുന്നില്ല. ആ കേസിൽ എന്താണ്? Pയുടെ സൈലൻസ് ഈസ് ഈക്വലൻ ടു സ്പീച്ച് ആണ്. So this contract is not valid since as per section 17 P's silence is equivalent to speech and hence amounts to fraud. നമ്മളുടെ Pയുടെ സൈലൻസ് ഇവിടെ ഈക്വലന്റ് ടു സ്പീച്ച് ആയതുകൊണ്ട് തന്നെ അത് ഫ്രോഡാണ്. സോ ആ കോൺട്രാക്റ്റ് വാലിഡ് അല്ല. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശ്യാം ഇൻഡ്യൂസ്ഡ് രാം ടു ബൈ ഹിസ് മോട്ടോർ സൈക്കിൾ സേയിങ് ദാറ്റ് ഇറ്റ് വാസ് ഇൻ എ വെരി ഗുഡ് കണ്ടീഷൻ. ശ്യാം രാമിൻ്റെ അടുത്ത് പറഞ്ഞു ബൈക്ക് അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ നല്ല കണ്ടീഷനിലാണ് എന്ന് പറഞ്ഞിട്ട് സെല് ചെയ്യുവാണ്. ആഫ്റ്റർ ടേക്കിംഗ് ദ മോട്ടോർ സൈക്കിൾ രാം കംപ്ലൈൻറ്റ് ദാറ്റ് ദർ വർ മെനി ഡിഫെക്ട്സ് ഇൻ ദ മോട്ടോർ സൈക്കിൾ. അത് കൊണ്ടുപോയി ഓടിച്ചു നോക്കിയപ്പോഴാണ് കുറേ ഡിഫെക്ട്സ് ഉണ്ടെന്ന് രാമിന് മനസ്സിലായത്. സോ രാം അത് പറയുന്നു, ഇതിന് ധാരാളം ഡിഫെക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശ്യാം എന്ത് പറഞ്ഞു? ശ്യാം പ്രപ്പോസ്ഡ് ടു ഗെറ്റ് ഇറ്റ് റിപ്പയർഡ് ആൻഡ് പ്രോമിസ് ടു പേ 45% ഓഫ് കോസ്റ്റ് ഓഫ് റിപ്പയേഴ്സ്. അത് റിപ്പയർ ചെയ്യുന്ന കോസ്റ്റ് എത്രയാണോ അതിൻ്റെ 45%, 45% ഞാൻ തന്നേക്കാം എന്നുള്ള രീതിയിൽ അവർ തമ്മിൽ എഗ്രി ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? മോട്ടോർ സൈക്കിൾ വർക്ക് ചെയ്യുന്നേ ഇല്ല, അത് ഫുള്ളി കംപ്ലൈൻ്റ് ആയി. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നൗ രാം വാണ്ട്സ് ടു റിസൈൻ ദ കോൺട്രാക്ട് ഡിസൈഡ് ഗീവിങ് റീസൺസ്. ഇപ്പോൾ രാം ആ കോൺട്രാക്റ്റ് റിസൈൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അത് റിസൈൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, റീസൺസ് കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. In the instant case, the aggrieved party in case of misrepresentation by the other party can avoid or resign the contract. നമ്മുടെ സെക്ഷൻ 19 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 വെച്ച് എന്താണ്? മിസ്റെപ്രസെൻറ്റേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഗ്രീവ്ഡ് പാർട്ടിക്ക് കോൺട്രാക്റ്റ് വേണമെങ്കിൽ റിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഈ കേസിൽ അത് പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ദ അഗ്രീവ്ഡ് പാർട്ടി ലോസസ് ദ റൈറ്റ് ടു റിസൈൻ ദ കോൺട്രാക്ട് if he, after becoming aware of the misrepresentation, takes a benefit under the contract or in some way affirms it. നമ്മളുടെ അഗ്രീവ്ഡ് പാർട്ടി മിസ്റെപ്രസെൻറ്റേഷൻ നടന്നു എന്ന് മനസ്സിലാക്കിയിട്ട് കൂടി, അതിനെപ്പറ്റി അറിഞ്ഞിട്ടും കൂടെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് മറ്റേയാളുടെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യുമോ അല്ലെങ്കിൽ അത് സമ്മതിച്ചുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഒരിക്കലും കോൺട്രാക്റ്റ് റിസൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇവിടെ നമ്മളുടെ കേസിൽ എന്താണ്? അത് മിസ്റെപ്രസെൻറ്റേഷൻ നടന്നു എന്ന് മനസ്സിലാക്കി, എന്നിട്ട് ചോദിച്ചു, അപ്പോൾ 45% കോസ്റ്റ് കൊടുത്തു, അത് ആ ബെനിഫിറ്റ് റിസീവ് ചെയ്തില്ലേ? അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആയില്ലേ? എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് റിസീവ് ചെയ്തിട്ടുണ്ട് മിസ്റെപ്രസെൻറ്റേഷൻ നടന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷവും. സോ ആ കേസിൽ നമുക്ക് കോൺട്രാക്റ്റ് റിസൈൻ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അക്കോർഡിംഗ്ലി ഇൻ ദ ഗീവൺ കേസ് റാം കുഡ് നോട്ട് റിസൈൻ ദ കോൺട്രാക്ട് ആസ് ഹിസ് അക്സെപ്റ്റൻസ് ടു ദ ഓഫർ ഓഫ് ശ്യാം to bear 45% of the cost of repairs impliedly amount to final acceptance of the sale. 45% കൊടുക്കാമെന്ന് പറഞ്ഞു, അത് സമ്മതിച്ചു, അത് അക്സെപ്റ്റ് ചെയ്തു. സോ അതുകൊണ്ട് ഒരു ബെനിഫിറ്റ് റിസീവ് ചെയ്തതുകൊണ്ട് അതിനുശേഷം പിന്നെ ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ റിസൈൻ ചെയ്യാനോ സാധിക്കില്ല. 3 മാർക്കിൻ്റെ ആൻസർ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇപ്പം ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം 3 മാർക്കിന് ഇത്രയുമാണ് നമ്മൾ ആൻസർ എഴുതിയേക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ബേസ്ഡ് അതിനാവശ്യമുള്ള ആൻസർ പ്രൊവൈഡ് ചെയ്താൽ മതി. ആൻസർ പ്രോപ്പർ ആയിരിക്കണം, പക്ഷേ വെറുതെ അൺനെസസറി തിങ്സ് ഒന്നും വാരി വലിച്ച് എഴുതണ്ട. അൺനെസസറി ആയിട്ട് ഒത്തിരി നിങ്ങൾ എഴുതുവാണെങ്കിൽ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അതിന് നിങ്ങളുടെ മാർക്ക് പോവും. പിന്നെ അൺനെസസറി ആയിട്ട് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സമയവും പോവും. അപ്പോൾ ഇത് നമ്മൾ ആവശ്യമില്ലാതെ വെറുതെ രണ്ടും നഷ്ടപ്പെടുത്തണ്ട. കറക്റ്റ് പോയിന്റ് വൈസ് അതിൻ്റെ ആൻസർ എന്താണോ അത് നമ്മൾ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യണം. നമ്മുടെ ആൻസറിൻ്റെ ലെങ്ത്തിലല്ല കാര്യം, അതിൻ്റെ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റിലാണ് കാര്യം. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യുക. ഇനി നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്, വൈ ആൻഡ് ഇസഡ് ആർ പാർട്ട്നേഴ്സ് ഇൻ എ പാർട്ട്ണർഷിപ്പ് ഫേം. ദേ വർ ക്യാരിയിങ് ദെയർ ബിസിനസ് സക്സസ്ഫുള്ളി ഫോർ ദ പാസ്റ്റ് സെവറൽ ഇയേഴ്സ്. എക്സും വൈയും ഇസഡും ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്നേഴ്സാണ്. അവർ വർഷങ്ങളായിട്ട് ബിസിനസ് നടത്തിക്കൊണ്ടുവരുവാണ്. സ്പൗസസ് ഓഫ് എക്സ് ആൻഡ് വൈ ഫൗണ്ട്
in ladies club on their personal issue and ex-wife was hurt badly. എക്സിൻ്റെയും വൈയുടെയും വൈഫ് തമ്മിൽ ഒരു ലേഡീസ് ക്ലബ്ബിൽ എന്തോ വെച്ച് വഴക്കുണ്ടാക്കി എക്സിൻ്റെ വൈഫിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി. ഇനി നമ്മളുടെ എക്സിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. എക്സ് ഗോട്ട് ആംഗ്രി ഓൺ ദ ഇൻസിഡൻറ്റ് ആൻഡ് ഹി കൺവിൻസ്ഡ് ഇസഡ് ടു എക്സ്പെൽ വൈ ഫ്രം ദെയർ പാർട്ട്ണർഷിപ്പ് ഫേം. അപ്പോൾ എക്സ് എന്ത് ചെയ്തു? നൈസായിട്ട് ഇസഡിനെയും കൂട്ടുപിടിച്ചിട്ട് വൈയെ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പുറത്താക്കാനുള്ള പ്ലാനിങ് നടത്തി. അപ്പോൾ വൈ വാസ് കമ്പൽഡ് ഫ്രം പാർട്ട്ണർഷിപ്പ് വിത്തൗട്ട് എനി നോട്ടീസ് ഫ്രം എക്സ് ആൻഡ് ഇസഡ്. എക്സും ഇസഡും വൈക്ക് പ്രത്യേകിച്ച് നോട്ടീസ് ഒന്നും കൊടുത്തില്ല. നമ്മുടെ വൈയെ എന്ത് ചെയ്തു? പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പുറത്താക്കി. കൺസിഡറിംഗ് ദ പ്രൊവിഷൻസ് ഓഫ് ദ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 സ്റ്റേറ്റ് വെദർ ദേ ക്യാൻ എക്സ്പെൽ എ പാർട്ട്ണർ ഫ്രം ദ ഫേം. വാട്ട് ആർ ദ ക്രൈറ്റീരിയ ഫോർ ടെസ്റ്റ് ഓഫ് ഗുഡ് ഫെയ്ത്ത് ഇൻ സച്ച് സർക്കംസ്റ്റാൻസസ്. ഇത് 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ അതിന് ആവശ്യമുള്ള പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വേണം നമ്മളുടെ ആൻസർ ചെയ്യാനായിട്ട്. നമ്മളോട് ഇതിൽ 1-2 കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിൻ്റെ ബേസിൽ സ്റ്റേറ്റ് വെദർ ദേ ക്യാൻ എക്സ്പെൽ എ പാർട്ട്ണർ ഫ്രം ദ ഫേം. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അങ്ങനെ പാർട്ട്ണറെ എക്സ്പെൽ ചെയ്യാൻ പറ്റുമോ? പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ക്രൈറ്റീരിയ ടു ടെസ്റ്റ് ഓഫ് ഗുഡ് ഫെയ്ത്ത് ഇൻ സച്ച് സർക്കംസ്റ്റാൻസസ്. അപ്പോൾ നമുക്ക് ഈ 2 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത്, എ പാർട്ട്ണർ may not be expelled from a firm by a majority of partners except in exercise in good faith of powers conferred by contract between the partners. നമ്മൾ സെക്ഷൻ 33 സെക്ഷൻ ലാസ്റ്റ് ആയിരിക്കും മെൻഷൻ ചെയ്തിരിക്കുന്നത്, ആദ്യം എഴുതാത്തതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ എഴുതാം. ആസ് പെർ സെക്ഷൻ 33 സബ്സെക്ഷൻ 1 ഓഫ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെ എഴുതിയിട്ട് ഇതിൽ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? പാർട്ട്നേഴ്സിന് ഒരു പാർട്ട്ണറെ എക്സ്പെൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ദ പവർ ഓഫ് എക്സ്പെൽഷൻ മസ്റ്റ് ഹാവ് എക്സിസ്റ്റഡ് ഇൻ ദ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്. ആ പാർട്ട്നേഴ്സ് തമ്മിലുള്ള കോൺട്രാക്റ്റിൽ പവർ ഓഫ് എക്സ്പെൽഷൻ എക്സിസ്റ്റ് ചെയ്യണം. പിന്നെ ദ പവർ ഹാസ് ബീൻ എക്സസൈസ്ഡ് ബൈ എ മെജോറിറ്റി ഓഫ് പാർട്ട്നേഴ്സ്. മെജോറിറ്റി ഓഫ് പാർട്ട്നേഴ്സ് ആ പവർ എക്സസൈസ് ചെയ്യണം. ദെൻ അത് എന്തിനു വേണ്ടിയായിരിക്കണം? ഇറ്റ് ഹാസ് ബീൻ എക്സസൈസ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത് ആയിരിക്കണം. അല്ലാതെ ഭാര്യമാർ വഴക്കുണ്ടാക്കിയെന്നോ മറ്റേ കൊച്ചു പിള്ളേർ പറയുന്ന പോലെ തൊട്ടു പിച്ചിന്നൊന്നും പറഞ്ഞൊന്നും ആയിരിക്കരുത്. നമ്മൾ ചെയ്യുമ്പോൾ അത് ഫേമിൻ്റെ ഗുഡ് ഫെയ്ത്തിന് വേണ്ടി, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ നല്ലതിന് വേണ്ടി ആയിരിക്കണം. അത് ഗുഡ് ഫെയ്ത്തോടു കൂടി ചെയ്യുന്ന കാര്യമായിരിക്കണം. നമ്മൾ ഒരു പാർട്ട്ണറെ എക്സ്പെൽ ചെയ്യുന്ന സമയത്ത് എക്സ്പെൽ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യം വന്നു, അത് അങ്ങനെ മറ്റു പാർട്ട്നേഴ്സ് എക്സ്പെൽ ചെയ്യുവാണെങ്കിൽ, ഇഫ് ഓൾ ദീസ് കണ്ടീഷൻസ് ആർ നോട്ട് പ്രസൻറ്റ്, ദ എക്സ്പെൽഷൻ ഈസ് നോട്ട് ഡീംഡ് ടു ബി ഇൻ എ ബോണഫൈഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ ബിസിനസ് ഓഫ് ദ ഫേം. ഈ കണ്ടീഷൻസ് എല്ലാം ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് നമ്മളുടെ ബിസിനസ് ഫേമിൻ്റെ, അത് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഇൻട്രസ്റ്റിന് വേണ്ടി ചെയ്തതല്ല, പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ നല്ലതിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി ചെയ്തൊരു കാര്യമായിട്ട് നമ്മളിതിനെ ട്രീറ്റ് ചെയ്യില്ല. ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്ന ആൻസർ നമുക്ക് അടുത്തത് നോക്കാം. ദ ടെസ്റ്റ് ഓഫ് ഗുഡ് ഫെയ്ത്ത് ആസ് റിക്വയർഡ് അണ്ടർ സെക്ഷൻ 33 സബ്സെക്ഷൻ 1 ഇൻക്ലൂഡ്സ് 3 തിങ്സ്. നമ്മളുടെ ഗുഡ് ഫെയ്ത്തിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഫസ്റ്റ്, the expulsion must be in the interest of the partnership. ഫസ്റ്റ് പോയിന്റ് വരുന്നത് എക്സ്പെൽഷൻ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഇൻട്രസ്റ്റിന് വേണ്ടി ആയിരിക്കണം. അല്ലാതെ പാർട്ട്നേഴ്സിന് തോന്നുന്ന പോലെ ആരെങ്കിലും എടുത്ത് എക്സ്പെൽ ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ദ പാർട്ട്ണർ ടു ബി എക്സ്പെൽഡ് ഈ സെർവ്ഡ് വിത്ത് എ നോട്ടീസ്. എക്സ്പെൽ ചെയ്യുന്ന പാർട്ട്ണർക്ക് പ്രോപ്പർ നോട്ടീസ് സെർവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതനുസരിച്ച് ആ പാർട്ട്ണർക്ക് പറയാനുള്ളത് എന്താണോ അത് കേൾക്കാനുള്ള ഓപ്പർച്യൂണിറ്റി, അത് പറയാനുള്ള ഓപ്പർച്യൂണിറ്റി, മറ്റുള്ളവർക്ക് അത് കേൾക്കാനുള്ള ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യണം. എന്താണ് അദ്ദേഹത്തിന് സംസാരിക്കാനുള്ളതെന്ന് അത് പറയണം. അത് പറയാനും കേൾക്കാനും ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന് കൊടുക്കണ്ടേ? വെറുതെ ഒരാളോട് ഒരു ദിവസം രാവിലെ നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു വിടാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കാനാണല്ലോ നമ്മൾക്ക് നിയമമുള്ളത്, പാർട്ട്ണർഷിപ്പ് ആക്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള ആക്ടുകളൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 3 പോയിന്റ്സ് വേണം. If a partner is otherwise expelled, the expulsion is null and void. ഇങ്ങനെയൊന്നും ചെയ്യാതെയാണ് ഒരു പാർട്ട്ണറെ എക്സ്പെൽ ചെയ്യുന്നതെങ്കിൽ എന്താണ്? ആ എക്സ്പെൽഷൻ നൾ ആൻഡ് വോയിഡ് ആണ്, അതൊരു വാലിഡ് എക്സ്പെൽഷൻ അല്ല. അപ്പോൾ നമ്മളുടെ ഈ കേസിൽ എന്താണ്? ഈ കേസിൽ ഇങ്ങനെ നോട്ടീസൊക്കെ കൊടുത്തിട്ടാണോ എക്സ്പെൽ ചെയ്തേക്കുന്നത്? അല്ല, വിത്തൗട്ട് സെർവിങ് നോട്ടീസ് എന്ന് അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമ്മൾ നമ്മുടെ ആൻസർ കൺക്ലൂഡ് ചെയ്യുന്നു. ദിസ് അക്കോർഡിംഗ് ടു ദ ടെസ്റ്റ് ഓഫ് ഗുഡ് ഫെയ്ത്ത് ആസ് റിക്വയർഡ് അണ്ടർ സെക്ഷൻ 33 subsection 1, expulsion of partner Y is not valid.
നമ്മൾ കൺക്ലൂഷൻ പ്രൊവൈഡ് ചെയ്തു. ഈ സെക്ഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഈ സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളനുസരിച്ച് നോക്കുവാണെങ്കിൽ നമ്മളുടെ വൈയെ എക്സ്പെൽ ചെയ്തു എന്നുള്ളത് ഒരു വാലിഡ് എക്സ്പെൽഷൻ അല്ല എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്തു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയാണ് കവർ ചെയ്യുന്നത്. കാരണം ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്താൽ വീഡിയോ ഒത്തിരി ലെങ്തി ആവുന്നത് കൊണ്ടാണ്. ഇനി വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. സോ അതുവരെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.